മാറി നിക്കടി. അമ്മായി, 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 അമ്മായി. തുറക്കമ്മായി. ഡോർ ലോക്ക് ചെയ്ത് എന്തിനാ അമ്മായി? അത് ഞാൻ മനസ്സിലാക്കി തരാം. തൊട്ട് അമ്മായി റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ഞാൻ കേട്ടു. ഏത് സമയത്താണോ ദൈവമേ എനിക്ക് ഇതിനകത്ത് വരാൻ തോന്നിയത്? അത് ഞാനാണോ രാജുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? രാജു രാത്രിയിൽ ഓരോ സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് ഞാൻ സേഫ് ആണോന്ന് അറിയാൻ ഇങ്ങോട്ട് വന്നിട്ടും ഇപ്പൊ കുറ്റം മുഴുവൻ എന്റേതായോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ സമയം മോശ, എന്റെ വിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്താ? ഒന്നുമില്ല. ഈ റൂമിന്റെ ഡോർ തുറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. വെറുതെ ആലോചിക്കാതെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ. തൽക്കാലം വഴിയൊന്നുമില്ല. എന്ന് പറഞ്ഞാ ഈ രാത്രി മുഴുവനും ഞാൻ ഈ റൂമിലിരിക്കണോ? ഇരിക്കേണ്ടി വന്നാ ഇരിക്കണം. അല്ല, രാജു ഇതിനു മുൻപ് ഈ റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? അന്ന് നമ്മള് വിവാഹം കഴിച്ച് ആ ഡ്രാമ നടക്കായിരുന്നല്ലോ, അതുപോലെയാണോ ഇപ്പോ? പറ. വർമ്മ സാർ എങ്ങനോ അറിഞ്ഞ ഇത് വലിയ പ്രശ്നമാവും. പ്രശ്നമായാലെന്താ? ഓ, അപ്പോ അതായിരുന്നല്ലേ മാഡത്തിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താ രാജു ഉദ്ദേശിക്കുന്ന? അല്ല, വർമ്മ സാറിനോട് നമ്മൾ തമ്മില് പ്രണയത്തിലാണെന്ന് തെളിയിക്കാൻ മാഡം വീണ്ടും ഈ അവസരം മുതലാക്കുമെന്ന് മാഡത്തിനൊരു ഉദ്ദേശം ഇല്ലേ എന്നെനിക്കൊരു ഭയം. ഇതുവരെ എനിക്കങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ രാജു പറഞ്ഞ ഐഡിയ കൊള്ളാം. എന്നാ ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. രാജു, നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് അച്ഛനെങ്ങാനും വിശ്വസിച്ചാലോ? ഒന്നും മാഡം എന്നെ ചതിക്കല്ലേ. ഞാനൊരു തമാശ പറഞ്ഞതാ രാജു. രാജു പേടിക്കണ്ട. മാഡം, എന്നെ ഈ റൂമിൽ നിന്ന് പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നൊന്ന് ആലോചിച്ച് പ്ലീസ്. മാഡം, ഈ റൂമിന് സ്പെയർ കീ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ സ്പെയർ കീ റൂമിനകത്താണോ പുറത്താണോ? സ്പെയർ കീ റൂമിന്റെ പുറത്ത് എവിടെയാ? ഋതിക മാഡം, യാമിനി മാഡത്തൊന്ന് വിളിച്ചു നോക്കാം. ചെറിയമ്മ ഇപ്പൊ വിളിച്ചാലും ചെറിയമ്മ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? യാമിനി മാഡത്തോട് ഞാൻ സംസാരിച്ചോളാം. ഋതിക മാഡം യാമിനി മാഡത്തെ കോൾ ചെയ്തിട്ട് ഫോൺ ഇങ്ങത്താ. ശരി രാജു. രാജു, പിന്നെ ഒരു കാര്യം. എന്താ? ചെറിയമ്മയുടെ കയ്യില് സ്പെയർ കീ ഉണ്ടെങ്കിലും രാജു ഉടനെ ചെറിയമ്മയോട് വരാൻ പറഞ്ഞു കളയരുത്. അതെന്താ? അത് രാജുവിന് അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മായി റൂമിലൊന്നും പോയിട്ടുണ്ടാവില്ല. ഈ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും കാണും. എന്റെ റൂമിൽ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അമ്മായിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അമ്മായി ഈ റൂമിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നത് രാജുവിനെ തന്നെയായിരിക്കും. ശരിയാണല്ലോ. വിളിക്ക. ഋതുമോളെ. ചെറിയമേ, ഞാൻ ഫോണ് രാജുവിന് കൊടുക്കാം. രാജുവിനോ? മോളിത് എവിടെയാ? ചെറിയമേ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഫോൺ ഞാൻ രാജുവിന് കൊടുക്കാം. ഹലോ യാമിനി മാഡം. രാജു, നിങ്ങളിത് എവിടെയാ? എന്തു പറ്റി?
രാജു ഞാൻ സ്പെയർ കീ ഉണ്ടോ നോക്കാം. യമനി മാഡം, അംബിക മാഡം ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഇവിടേക്ക് വരാവൂ. ശരി രാജു. ഞാൻ കൊല്ലോടി ദിവ്യ, നിന്നെയും കൊല്ലും, നിന്റെ കുഞ്ഞിനെയും കൊല്ലും, ഋതികയും കൊല്ലും. എടാ ദീപകേ, നീ ദൈവത്തോർത്തൊന്നും മിണ്ടാതെ കിടക്ക്. ഈശ്വര, ഇവനെ ഈ കോലത്തിലിട്ടിട്ട് എനിക്ക് ഈ മുറിയുടെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ഇവൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവി അത് ആരെങ്കിലും കേട്ടാ വലിയ കുഴപ്പമാവല്ലോ ഭഗവാനെ. എടാ പൊന്നു മോനെ, വേളം വയ്ക്കാതെടാ. കേക്കടാ മോനെ. അയ്യോ ഋതിക മാഡം, ഇത് വീണ്ടും അംബിക മാഡം ആയിരിക്കും. മോളെ ഇത് ചെറിയമ്മയാ. ചെറിയമ്മയാ. യമനി മാഡം, രാജു, വാ. രാജു വേഗം പൊയ്ക്കോ, ആരുടെയും കണ്ണുപെടാതെ ശ്രദ്ധിക്കണേ. ശരി മാഡം. മോളെ നീ അകത്ത് കയറിക്കോ, ഞാൻ പഴയ രീതിയിൽ തന്നെ പൂട്ടിയേക്കാം. ശരി ചെറിയമ്മേ. ശരി. എടീ ദിവ്യ, അപ്പൊ അത് അവൻ തന്നെ ആയിരുന്നു അല്ലേ? യാമിനിയായിരിക്കും അവനെ തുറന്നു വിട്ടത്. എന്റെ കട്ടിൽ നിന്റെ ബോഡി എടാ മിണ്ടാതെ കിടക്കടാ. അമ്മ എന്തിനാ ബഹളം വയ്ക്കുന്നത്? എടാ ഇനി നീ ഇവിടെ കിടന്ന് കൂവിയ നിന്റെ തലയിൽ തണുത്ത വെള്ളം കോരി ഒഴിക്കും. എന്റെ റൂമിൽ നിന്ന് ബോഡി ദിവ്യ. പിന്നെ പോകുമ്പോ എന്റെ കുഞ്ഞിനെ കൂടെ എടുത്തോണ്ട് പോയിക്കോണം. യാമിനി, എന്താ ചേച്ചി? ഇതെന്താ ചേച്ചി? ഇതെന്താന്ന് നിനക്കറിയില്ലേ? ഇത് ഋതുമോളുടെ റൂമിന്റെ താക്കോലല്ലേ? അതെ, അവളുടെ മുറിയിൽ കയറിയ ഒരുത്തനെ ഞാൻ അവളുടെ മുറിയിലിട്ട് പൂട്ടിയിരുന്നു. ഋതികയുടെ കൂട്ടുകള്ളി അവനെ തുറന്നു പറഞ്ഞു വിട്ടു. നീ ഈ താക്കോലെ അവളെ ഏൽപ്പിച്ചേക്ക്. അതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വാങ്ങിച്ചോണ്ട് പോടി. എന്റെ മുറി നിറങ്ങി പോടി. ഇവനെ ഇന്ന് ഞാൻ
ഇവളിതുവരെ വന്നില്ലേ? വരുമായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കാം. ആ ജയൻ ചേട്ടാ, രമ്യ ഞാനിപ്പോ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയപ്പോ ഞാൻ വരില്ലാന്ന് വിചാരിച്ചു കാണും ജയൻ ചേട്ടാ. ഇല്ല, രമ്യ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദാ ജയൻ ചേട്ടൻ ചോദിച്ച ക്യാഷ്. ആ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല രമ്യ. മറക്കരുത്, എപ്പോഴും ഓർമ്മ വേണം. മുൻപ് പലതവണയും എന്നെ പറ്റിച്ചതുപോലെ ഇത്തവണ എന്നെ പറ്റിച്ച് കൊറേ കാശ് തട്ടാവുന്നേ ജയൻ ചേട്ടൻ വിചാരിക്കണ്ട. ഇല്ല രമ്യ, ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ആപത്തിൽ സഹായിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കലും മറക്കില്ല, കൈവിടുകയില്ല. ആ എങ്കി ജയൻ ചേട്ടന് കൊള്ളാം. അല്ല, മുദ്രപത്രത്തില് എഗ്രിമെന്റ് ഒന്നും എഴുതി ഒപ്പിട്ടിട്ടില്ലെങ്കിലേ എന്നെ പറ്റിക്കാൻ നോക്കിയ ജയൻ ചേട്ടനെ ഞാൻ അഴി എണ്ണിക്കും. അയ്യേ, അതിനുള്ള പിടിപാടൊക്കെ എനിക്കുണ്ടെന്ന് അറിയാലോ. എനിക്കറിയാം രമ്യ, ഈ കാശ് എന്റെ പൊളിഞ്ഞുപോയ ബിസിനസ് വീണ്ടും ഒന്നേം തുടങ്ങാനുള്ള മൂലധനമാണ്. ഞാൻ എന്തായാലും നിറകേട് രമ്യയോട് കാണിക്കില്ല, അതുറപ്പാ. പിന്നെ രാജുവിനെ കൊണ്ട് ഞങ്ങളുടെ വിവാഹകാര്യം സമ്മതിപ്പിക്കുമല്ലോ അല്ലേ? അത് ഞാൻ രമ്യക്കുന്ന വാക്കല്ലേ, എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ കാശ് ഞാൻ രമ്യക്ക് തിരിച്ചു തരും. അല്ല, ക്യാഷ് തിരിച്ചു തരാൻ ധൃതി വെക്കൊന്നും വേണ്ട. ഈ സാഹചര്യത്തില് ജയൻ ചേട്ടൻ എന്റെ കൂടെ നിന്ന് തന്നാ മതി. എനിക്ക് അത് മതി. ശരി രമ്യ. ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ലേറ്റായിട്ടല്ലേ രാജു പോയത്? പാവം, എണീറ്റ് കാണുമോ? ഒരു മെസ്സേജ് അയച്ചു നോക്കാം. ഹായ് രാജു, ഗുഡ് മോർണിംഗ്. രാജു മെസ്സേജ് കണ്ടില്ലല്ലോ. ഹലോ രാജു സർ, ഇതുവരെ എഴുന്നേറ്റില്ലേ? മോനെ, ഡാ എഴുന്നേക്ക്. സമയം എത്രയെന്നറിയോ? എഴുന്നേക്ക്. നല്ല ക്ഷീണുണ്ടായിരുന്നു, അതാ ഉറങ്ങിപ്പോയേ. അല്ല, സമയത്രയമ്മേ? 8 മണി കഴിഞ്ഞടാ. ഉയ്യോ, ലേറ്റ് ആയല്ലോ. അതൊന്നും സാരയില്ല. നീ ചായ കുടിച്ചേ, ഒന്ന് ഉഷാറാവട്ടെ. ആ ഡാ, നിന്റെ ഫോണിരുന്ന് കുറെ നേരമായിട്ട് മിന്നുന്നുണ്ടായിരുന്നു. ആരാ നോക്ക്. വർമ്മ സാർ എങ്ങനെയാണോ? ഋതിക മേഡം ഉണ്ടല്ലോ. നിന്നെ ഇഷ്ടമാണ് രാജു. എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് രാജു.
ഋതിക മാഡം ഇന്നലെ എന്നോട് ഒരുപാട് സംസാരിച്ചു. ശരിക്കും മനസ്സിലെ ഒരു ഭാരം ഇറങ്ങിപ്പോയൊരു ഫീല്. വേണ്ട, അങ്ങനെ പുതിയ ഫീലിങ്സ് ഒന്നും വേണ്ട, ഒന്നും ശരിയാവില്ല. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. ഋതിക മാഡം കാഷ്വലായി ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. അതിന് മറുപടി കൊടുത്താൽ എന്താ തെറ്റ്? മറുപടി കൊടുത്തില്ലെങ്കിൽ മാഡം എന്ത് വിചാരിക്കും? ഞാൻ ഇനി അവിടേക്ക് ചെല്ലുമ്പോ മാഡം എന്നെ പിടിച്ചു നിർത്തി ചോദിക്കും, എന്താ മെസ്സേജിന് റിപ്ലൈ അയക്കാതെ എന്ന്. അതുകൊണ്ട് റിപ്ലൈ അയച്ചേക്കാം, അതാ നല്ലത്. ഗുഡ് മോർണിംഗ് ഋതിക മാഡം. ഞാൻ ഇപ്പോഴേ എഴുന്നേറ്റത്, നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ ചിക്കന് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിന്നാ തോന്നുന്നു. ഞാൻ കൊടുത്ത ഉപദേശമൊക്കെ തലേ കയറിയ മട്ടുണ്ടല്ലോ. പതിയെ പതിയെ രാജുവിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ഒരു ദിവസം രാജു എന്റെ പ്രണയം അംഗീകരിക്കും. ഗുരുവായൂരപ്പ, നീ എന്റെ കൂടെ ഉണ്ടാവണേ. എന്താ ചേട്ടാ? ചേട്ടൻ എന്താ മേശയിൽ വെച്ചത്? ഒന്നുമില്ല പ്രിയേ. ഒന്നും ഇല്ലെന്നോ? എന്തോ ഒരു കള്ള ലക്ഷണം. എന്താന്ന് പറ ചേട്ടാ. നീ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പ്രിയേ? നീ എന്താ ഇങ്ങനെ പോലീസുകാർ പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ? ചേട്ടാ ഒന്ന് മാറിക്കേ, ഞാൻ ഒന്ന് നോക്കട്ടെ. വേണ്ട പ്രിയേ, മാറ് ചേട്ടാ, ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതെവിടുന്ന ചേട്ടാ ഈ ക്യാഷ്? പ്രിയേ, അത് എന്തിനാ ചേട്ടാ ഈ കള്ളത്തരം? എവിടെ നിന്നാന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ? എവിടെ നിന്നാ ഈ കാശെന്നാ ചോദിച്ചേ? പ്രിയ, നീ ബഹളം വെക്കണ്ട. ഈ കാശ് രമ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. രമ്യയുടെ കയ്യിന്നോ? എന്തിന്? ചേട്ടൻ എന്തിനാ വീണ്ടും രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേ? എടി, ഹോട്ടലിൽ ഫയർ ആക്സിഡന്റ് കാര്യം നീ അറിഞ്ഞില്ലേ? അതൊന്ന് നേരെയാക്കാൻ വീണ്ടും പണം ആവശ്യം വന്നു. അതിന് ചേട്ടൻ എന്തിനാ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേ? എന്താ ചേട്ടാ ഇതൊക്കെ? പിന്നെ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ നിന്റെ അച്ഛനോട് അമ്മയോട് ചോദിച്ചാ അവര് ഒരു കാശ്. നിങ്ങളിത് എന്താ ഈ പറയുന്നേ? നിങ്ങൾക്കിത് എന്തു പറ്റി? നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? എന്ത് തുടങ്ങിയൊന്നു? കുറച്ചുനാള് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. രമ്യ നിങ്ങൾക്ക് കണ്ണെടുത്താ കാണാൻ പാടില്ലായിരുന്നല്ലോ. ഇപ്പൊ ഇത് എന്തു പറ്റി? ചേട്ടാ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിക്കണ്ട. ഇതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? എനിക്ക് കാശിന് ആവശ്യമുണ്ട്. ഈ കാശ് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഈ കാശുണ്ടാക്കാനുള്ള കഷ്ടപ്പാടൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്നുവെച്ച് രമ്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നതിനുള്ള കൈക്കൂലിയാണോ ഈ പണം? ഇത് ഋതികയോടുള്ള ചതിയല്ലേ? എടി, ഋതിക മാഡത്തിന് അളിയൻ വിവാഹം കഴിക്കാനൊന്നും പോണില്ല. അതിനുവേണ്ടി അളിയനെ സപ്പോർട്ട് ചെയ്ത് ഞാനും കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയതാ. വെറുതെ കുറെ സമയം കളഞ്ഞതല്ലാതെ വേറെ യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ?
രമ്യ രാജുവിന്റെ ഭാര്യയാകാൻ പോകുന്നതായിരിക്കും ദൈവനിശ്ചയം. നിങ്ങളിത് എന്ത് ഭ്രാന്തായി പറയുന്നേ? അതേടി, എനിക്ക് ഭ്രാന്ത. എനിക്ക് കാശിന് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വർമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന് ഹൃതിക മേഡത്തോട് കാശ് ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ രമ്യയോട് എനിക്ക് ചോദിക്കാം. ഒരു അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന ആളിന്റെ കൂടെ നിൽക്കുന്നതാ ഏറ്റവും നല്ല ബുദ്ധി. ദൈവമേ, ചേട്ടാ ഇത് രതിക മാഡത്തിനോടുള്ള ചതിയല്ലേ? ഈ കാശ് നമുക്ക് വേണ്ട ചേട്ടാ. നമുക്ക് ഈ കാശ് രമ്യക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. എടി പ്രിയ, നീ ഒന്ന് അടങ്ങ്. ഒന്ന് സമാധാനത്തിലെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും പണം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനും എനിക്കാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. എടി, ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ? നീ എന്നെ ഒന്ന് മനസ്സിലാക്കി പ്രിയേ. എടി, നീ എന്റെ കൂടെ നിന്ന രമ്യയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള കാശ് നമുക്ക് പിച്ചെടുക്കാം. നിന്റെ അനിയ സ്നേഹവും ആവശ്യമില്ലാത്ത പിടിവാശിയൊക്കെ കുറച്ച് വേണ്ടെന്ന് വെക്കേ. മനസ്സിലായോ നിനക്ക്?